നമ്മളൊരു പടത്തിൽ മുഴുകിയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ മുഴുകിയിരുന്നില്ല. അത്രക്കും വിഡിലം പെർഫോമൻസ്. ഇത് OTT-ക്ക് ഒന്നും ഇത് വെയിറ്റ് ചെയ്യരുത്. ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട മസ്റ്റ് വാച്ചിന് പടം. വേറെ ഒന്നും പറയാനില്ല. അടിപൊളി. വരാഹ രൂപത്തിന് ട്യൂണ് തന്നെ കേൾക്കാൻ തന്നെയാണ് ആറ്റ്മോസ്ഫിയർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗൂസ്ബംസ് വരുന്നു. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് സ്ക്രീൻ പ്രസൻസ് ജെറാമേട്ടൻ മറ്റ് ലാംഗ്വേജ് പോകുന്ന സമയത്ത് കുറച്ചൊരു ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ കറക്റ്റ് അടിപൊളി പറയണം. ഈ സിനിമ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത്. കാല് പിടിച്ചിട്ടാണ് ഈ ഡീഗ്രേഡ് ചെയ്യരുത്. ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മളെല്ലാവരും ആവശ്യമാണ്. കാരണം ഇതൊരു കലാരൂപങ്ങളുണ്ട്, നാടൻ രൂപങ്ങൾ, നാടൻ പാട്ടുകൾ, വിശ്വാസ സിനിമയാണ്. ഈ സിനിമ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത്. നമ്മളാണ് മലയാളം ഡബിങ് ചെയ്തിരിക്കുന്നത്. ഞാൻ മീൻസ് നിർമ്മൽ ആൻഡ് അശ്വിൻ, ഇവരാണ് മലയാളം ഡബിങ് ഡയറക്ടേഴ്സ്. ഞാനാണ് ഋഷഭ് സാറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. എന്നാലും മോകേന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പക്ഷെ സിനിമ ഞെട്ടിപ്പോയി. നമ്മൾ ഡബ് ചെയ്യുമ്പോൾ കണ്ട സിനിമയും കൂടി അല്ല ഇത് പോകും. നമ്മളൊരു പടത്തിൽ മുഴുകിയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ മുഴുകിയിരുന്നില്ല. അത്രക്കും വിഡിലം പെർഫോമൻസ്. വിഡിലം പെർഫോമൻസും മേക്കിങ്ങും. ഇൻ്റർവെല്ലിന് ശേഷം പടം നമ്മൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണം. നമ്മളവിടെ കോരിത്തിരിച്ച് ഇരുന്നു പോവാണ് പടം കാണിച്ചു. നമ്മൾ വേറെ ഏതോ ലോകത്താണ്. ആ പടത്തിൽ നമ്മളും കൂടെ മുഴുകിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. വിഡിലം മൂവി. അതിൻ്റെ മേക്കിങ്ങും ഋഷഭ് ഷെട്ടീൻ്റെ ആ പെർഫോമൻസൊക്കെ എടുത്ത് പറയണം. ആ പുള്ളി വേറെ ലെവലാണ്. ആ ദേശീയ അവാർഡ് കൊടുത്തതിലൊക്കെ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിനാണ് കൊടുത്തത്. അല്ലാതെ വേറൊരു ഇതിനുമല്ല. അത്രയും വിഡിലം പെർഫോമൻസാണ്. എടുത്ത് പറയേണ്ട പെർഫോമൻസും മേക്കിങ്ങും എല്ലാം കൊണ്ട് അടിപൊളി 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 പടമായിരുന്നു. കാണാനൊക്കെ നല്ല, ഞാൻ പറഞ്ഞില്ല, ജെറാമേട്ടനായാലും ബാക്കി എല്ലാവരും ആയാലും അടിപൊളി. നായികയാണെങ്കിലും കിടിലൻ. സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല്. മ്യൂസിക്കൊക്കെ അടിപൊളി. നമുക്ക് ചില സീൻസൊക്കെ തിയേറ്ററിൽ മാത്രം കാണണം, അല്ല നമ്മൾ OTT കാണുമെന്നോ അല്ലെങ്കിൽ വേറെ എങ്ങനെയും കാണാൻ പോകരുത്. ചില സീൻസൊക്കെ വരുമ്പോൾ ഗൂസ് ബംസ് ഇങ്ങനെ വരും. അടിപൊളി അടിപൊളി. ഭയങ്കര. എനിക്ക് എപ്പോഴും തോന്നുന്നു ജെറാമേട്ടൻ മറ്റ് ലാംഗ്വേജ് പോകുന്ന സമയത്ത് കുറച്ചൊരു ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ കറക്റ്റ് അടിപൊളി. ഇവിടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടുണ്ട് പടത്തിൽ. അത് ഭയങ്കര എവിഡന്റ് ആണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കട എഴുതിയ ഇതായാലും അഭിനയമായാലും എല്ലാം അടിപൊളി അടിപൊളി സൂപ്പർ. ഭയങ്കര ഭയങ്കര. കാരണം ഫസ്റ്റ് ഹാഫിൽ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. അത് ഭയങ്കര നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതലാണ്. ട്രെയിലറിൽ കാണുന്നതിനെക്കാട്ടി അതിഗംഭീരമാണ്. ട്രീറ്റിൽ കാണേണ്ട ഒരു പടമാണ്. വേറെ ഒന്നുമല്ല. ഇത് OTT-ക്ക് ഒന്നും ഇത് വെയിറ്റ് ചെയ്യരുത്. ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട മസ്റ്റ് വാച്ചിന് പടം. വേറെ ഒന്നും പറയാനില്ല. അടിപൊളി. വേറെ ലെവലുള്ളൂ. വേറെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് പടം വേറെ ലെവലാവുകയാണ്. ഇൻ്റർവെൽ വരെ നമുക്കൊരു കഥയിലേക്ക് ചെല്ലാനുള്ളൊരു ചെറിയൊരു വലിച്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പടം ബ്രേക്കിംഗ് തകർക്കും. അവസാനമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പൈസ മുടക്കുന്നതിന് ഒരു പരിധി അത്രയാണ് മുടക്കിയേക്കുന്നത്. അടിപൊളി കേട്ടോ. ട്രീറ്റ് ചെയ്തേക്കുന്ന കിടിലായിട്ട്. ജയറാമൊക്കെ കിടിലായിട്ട്. ജയറാമൊക്കെ ഇൻ്റർവെല്ലിൽ ജയറാം എന്തിനാന്ന് ഓർക്കും. പക്ഷേ ഇൻ്റർവെല്ലിൽ ജയറാമിൻ്റെ വിളയാട്ടമാണ്. അടിപൊളി കേട്ടോ. കിടില പറയണം. ഈ സിനിമ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത്. കാല് പിടിച്ചിട്ടാണ് ഈ ഡീഗ്രേഡ് ചെയ്യരുത്. ഈ സിനിമ വിജയിക്കേണ്ടത് നമ്മളെല്ലാവരും ആവശ്യമാണ്. കാരണം ഇതൊരു കലാരൂപങ്ങളുണ്ട്, നാടൻ രൂപങ്ങൾ, നാടൻ പാട്ടുകൾ, വിശ്വാസ സിനിമയാണ്. ഈ സിനിമ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കരുത്. കാരണം ഇദ്ദേഹത്തിന് രാജമൗലി പോലുള്ള ഡയറക്ടർ കൈ കിട്ടാന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ സാധനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ അന്യഭാഷാ ചിത്രങ്ങളിൽ പോയിട്ടുള്ള ഇത്രയും നല്ലൊരു റോൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. വളരെ മികച്ച ഒരു സിനിമയാണ്. ദയവ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്യരുത്. ശേഷം ഒരുപാട് വിമർശിച്ചാണ് ഇതിനകത്ത്. പക്ഷേ ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ ശരിക്കും ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി. അതിൽ തന്നെ വളരെ പ്ലെയിനായിട്ട് കഥ പറഞ്ഞു പോകാതെ ഒരുപാട് ട്വിസ്റ്റുകൾ അതിനിടയ്ക്ക് തന്നെ വരുന്നുണ്ട്. വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ് വരുന്നുണ്ട്. അത് അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. വരാഹ രൂപത്തിന് ട്യൂണ് തന്നെ കേൾക്കാൻ തന്നെയാണ് ആറ്റ്മോസ്ഫിയർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗൂസ്ബംസ് വരുന്നു. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് സ്ക്രീൻ പ്രസൻസ്, പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ എഴുത്ത്, ആ ഓരോ ക്യാരക്ടറും വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതി പോയിട്ടുണ്ട്. ഗംഭീരമായ തിയേറ്റർ അനുഭവമാണ്. ചാപ്റ്റർ 2 ഓഫ് കോഴ്സ് എന്ന് ഫസ്റ്റിലും മേലെ നിൽക്കുന്നു ഈ പടം. ഡബ് ചെയ്ത ആള് നമ്മുടെ പടമാണ്. ഹീറോ വോയിസ് ആണ്. നമ്മുടെ മൂവിയാണ്. നമ്മൾ 2-2.5 മാസം എഴുത്തിന് ഡബ് ചെയ്ത മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട് എന്തായാലും തിയേറ്ററിൽ വന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിലേക്ക് അഭിപ്രായം എന്താ? പടം കണ്ടോ? നമ്മളാണ് മലയാളം ഡബിങ് ചെയ്തിരിക്കുന്നത്. ഞാൻ മീൻസ് നിർമ്മൽ ആൻഡ് അശ്വിൻ, ഇവരാണ് മലയാളം ഡബിങ് ഡയറക്ടേഴ്സ്. ഞാനാണ് ഋഷഭ് സാറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. പേര് സുരാജ് എന്നാണ്. റെഡ് എഫ്എമ്മിലെ RJ ആണ്. അപ്പോൾ ഈ സിനിമ ഒന്നും മൊത്തത്തിൽ കാണാതെയാണ് ശബ്ദം കൊടുത്തത്. ഇവിടെ വന്ന് ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് അറിഞ്ഞത്. ഒരുപാട് സന്തോഷമായി, ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഇഷ്ടമായോ? എങ്ങനെയാണ്?
അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പല ഇൻ്റർവ്യൂസിൽ ഞങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ വിഷ്വൽ നിങ്ങൾ ഞെട്ടിക്കും എന്നുള്ളതാണ്. അത്രമാത്രം ഗംഭീരമാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഡബ്ബിങ്ങിൻ്റെ സമയത്ത് പോലും നമ്മളെ കാണിച്ചിരുന്നില്ല. പക്ഷേ എന്താ പറയുക, വിഷ്വല്, മ്യൂസിക്, ഏത് പോർഷൻ എടുത്തു കഴിഞ്ഞാലും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരു ഒന്നൊന്നര സിനിമ, അതായത് ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഇത്രമാത്രം ഒരു ഹിറ്റ് അടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ എല്ലാവരും ജെനുവിൻ അഭിപ്രായം പറയുക, ജെനുവിൻ റിവ്യൂ ഇടുക. പടം 100 ദിവസം ഓടും. പറയാൻ ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇത്രയും വൃത്തിയുടെ മലയാളം ഡബിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അനദർ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ ഈ സിനിമ ഫസ്റ്റ് കണ്ടിട്ട് ഞെട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ആരാധന തോന്നിയൊരു എന്താ പറയുക സിനിമയാണത്. സെക്കൻഡ് ഹാഫിൽ ഡബ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ എനിക്ക് അറിയില്ല ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡബ് ചെയ്യാൻ പോകണമെന്ന്. അതിൽ മോകേന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. പക്ഷേ സിനിമ ആയിട്ട് ഞെട്ടിപ്പോയി. നമ്മൾ ഡബ് ചെയ്യുമ്പോൾ കണ്ട സിനിമയും കൂടി അല്ല ഇതിപ്പോൾ ഞെട്ടിച്ചളഞ്ഞു. ഒന്നും പറയാനില്ല. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി, പക്ഷേ സെക്കൻഡ് കാണാൻ പറ്റുന്ന അഭിനയം എല്ലാവരും ഞെട്ടിച്ചോ? മിത്തൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഇപ്പോഴത്തെ തലമുറ എങ്ങനെ എടുക്കും അറിയത്തില്ല. എനിക്ക് ഇഷ്ടമായിരുന്നു. ജയറാം വേറെ ലെവലിലേക്ക് മാറിയിട്ടോ. നല്ല രസമുണ്ടായി. തിയേറ്റർ കണ്ടിരിക്കണം പടം തന്നെയാണ്. അതെ പാട്ട് കണ്ടപ്പോൾ ഒരു ഗൂസ് ബംസ് കിട്ടി. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. ജയറാമിൻ്റെ റോള് കുഴപ്പമില്ല. വലിയ റോളൊന്നും വലിയൊരു പടത്തിലൊരു പ്രധാന കഥാപാത്രം തന്നെയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. VFX കാര്യങ്ങളൊക്കെ എഫക്ട്സ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്, നന്നായിട്ടുണ്ട്. അതേപോലെ ഇതിലെ നായിക നല്ല പെർഫോമൻസാണ്. ഋഷഭ് ഷെട്ടിയുടെ മുമ്പിൽ ഇവരെല്ലാം നിഷ്പ്രഭമായി അത്രക്കും പെർഫോമൻസാണ്. പുള്ളി ഒരൊറ്റ ഒരാളെ പെർഫോമൻസാണ് പടം. അതിന്റെ മുകളിലൊക്കെ വേറെ സാധനങ്ങളുള്ളൂ. വേറെ നോക്കാനില്ല, വേറെ സാധനം. താങ്ക് യു.